ഐഫോൺ 16 പ്രോ മാക്സ് എന്നാണ് പ്രീ ഓർഡർ ചെയ്യുക, എന്നാണ് നമ്മുടെ കയ്യിൽ കിട്ടുക, എന്താണ് പ്രൈസ്, ഇന്ത്യയിൽ എന്താ പ്രൈസ്, ദുബായിൽ എന്താ പ്രൈസ്, ഇന്ത്യയിൽ ഇപ്പോൾ പ്രൈസ് കുറഞ്ഞിട്ടാണ് ഇറങ്ങിയത്, ദുബായിൽ നിന്ന് മേടിക്കാനാണോ ലാഭം? ഹായ്, വെൽക്കം ടു BBA. കൂടാനുള്ള എല്ലാം കൂടി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ സംസാരിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഐഫോൺ 16 പ്രോ മാക്സ് ഇറങ്ങി എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം ഐഫോൺ 16 പ്രോ മാക്സ്. എനിക്ക് ഒരുപാട് കമൻറ്റുകളും മെസ്സേജുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഐഫോൺ 16 പ്രോ മാക്സ് എന്നാണ് പ്രീ ഓർഡർ ചെയ്യുക, എന്നാണ് നമ്മുടെ കയ്യിൽ കിട്ടുക, എന്താണ് പ്രൈസ്, ഇന്ത്യയിൽ എന്താ പ്രൈസ്, ദുബായിൽ എന്താ പ്രൈസ്, ഇന്ത്യയിൽ ഇപ്പോൾ പ്രൈസ് കുറഞ്ഞിട്ടാണ് ഇറങ്ങിയത്, ദുബായിൽ നിന്ന് മേടിക്കാനാണോ ലാഭം, അല്ലെങ്കിൽ ദുബായിൽ എങ്ങനെ വന്ന് നമുക്കൊരു ഐഫോൺ 16 പ്രോ മാക്സ് മേടിക്കാം, അല്ലെങ്കിൽ ഐഫോൺ 16 സീരീസിലുള്ള ഫോണുകൾ ഏതൊക്കെ മേടിക്കാം എന്നുള്ള ഒരുപാട് ഡൗട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് പ്രൈസ് ദുബായിൽ എന്നുള്ളതൊക്കെ ഒരുപാട് ഡൗട്ടുകളാണ് ഇങ്ങനെ ഒരുപാട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് അനലൈസ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പോകണ്ട. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തിൽ തുടങ്ങുന്നത് ചോദിച്ചാൽ ഐഫോൺ 15 സീരീസും 16 സീരീസും നമ്മൾ വ്യത്യാസം നോക്കാം. ഒരുപാട് സാംസങ് ലവേഴ്സ് ഒരു വ്യത്യാസമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് നമ്മൾ ഐഫോൺ ലവേഴ്സിന് അറിയുള്ളൂ അല്ലേ. നമുക്ക് അതിൽ തുടങ്ങാം. ആദ്യം നമ്മൾ ഇന്റലിജൻസ് വന്നിട്ടുണ്ട്, അതായത് ആപ്പിൾ ഇന്റലിജൻസ് ആണ് വന്നിരിക്കുന്നത് രണ്ടാ. അതുപോലെ തന്നെ ക്യാമറ കൺട്രോൾ ബട്ടൺ വന്നിട്ടുണ്ട്, അത് വേറെ ലെവൽ സാധനമാണ്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു സ്പെഷ്യൽ ഓഡിയോ മിക്സ്, അതൊക്കെ പിന്നെ അതിൽ വരുന്നതാണ്. നമ്മുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ശബ്ദ മലിനീകരണങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സെറാമിക് ഷീൽഡൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, ആക്ഷൻ ബട്ടൺ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഡിസ്പ്ലേ മാറിയിട്ടുണ്ട്. നമ്മുടെ ഐഫോൺ 16 പ്രോ മാക്സിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേ വലിയ സൈസായിട്ടുണ്ട്. A18 ബയോണിക് ചിപ്പാണ്, 17 മാറി A18 ബയോണിക് ചിപ്പായി. ബെസ്റ്റ് ബാറ്ററി ലൈഫാണ് ഇപ്രാവശ്യം, ബാറ്ററി ലൈഫ് കൂടിയിട്ടുണ്ട്. 48 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 5x ടെലിഫോട്ടോ അത് ഓൾറെഡി ഉണ്ട്. 4K 120 FPS ഡോൾബി വിഷൻ വന്നിട്ടുണ്ട് മച്ചാമാരെ, അത് വേറെ ലെവലാണ്. 48 MB അൾട്രാ വൈഡ് ക്യാമറ നമ്മൾ പറഞ്ഞു. പിന്നെ സ്റ്റുഡിയോ ക്വാളിറ്റി മൈക്ക്, ഇപ്രാവശ്യം മൈക്ക് വേറെ ലെവലാക്കിയിട്ടുണ്ട്. ഇത്രയും വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാലത്തിൽ ഇപ്പോൾ AI ഒക്കെ വന്ന കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് വിളിക്കണമെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാലത്ത് നല്ലൊരു ഡിവൈസ് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം അതിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഇപ്രാവശ്യം ബേസിക് മോഡലിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 13, 14, 15 ഉപയോഗിക്കുന്ന ആളുകൾ പരമാവധി ആളുകൾ ഇതിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ AIയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഒരു ഐഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് മസ്റ്റാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ AIയിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ഫുൾ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഹോട്ടലിലേക്ക് നോക്കി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരിക, അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുവിനെ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് വരിക, കാര്യങ്ങളെല്ലാം വേറെ ലെവലിലാണ്. ഇമോജി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ AIയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഫോണിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഐഫോൺ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് 2024 ആ ഒരു ഐഫോൺ ആവശ്യമാണ് എന്നുള്ള ലെവലിലേക്ക് എന്തായാലും ഐഫോൺ 16 പ്രോ മാക്സ് വന്നിട്ടുണ്ട്. പുറത്ത് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ നല്ല കിടിലൻ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് കേട്ടോ അച്ഛന്മാരെ. അപ്പോൾ ഇതും കൂടെ എല്ലാം നോക്കി വെച്ചോ. ഇപ്പോൾ മാറ്റാനുള്ളവർക്ക് നല്ലൊരു ചാൻസാണ് ഫോൺ മാറ്റാൻ. അപ്പോൾ ഐഫോൺ മാറ്റാനുള്ളവർക്ക് മാറ്റാം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ നമ്മൾ രണ്ടാമത് എല്ലാവരും ചോദിക്കുന്ന കാര്യം, ഇപ്പോൾ ഐഫോൺ 15 സീരീസൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിൽ കൊണ്ടുകൊടുത്താൽ തന്നെ ഈ സാധനങ്ങളെല്ലാം 15 കൊടുത്തിട്ട് 16 പ്രോ മാക്സ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എടുക്കാൻ പറ്റും. അവർ പക്ഷേ വില അത്ര തരുമെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ വീഡിയോ ചെയ്യണ ഒരുപാട് കടകളുണ്ട്. ഇപ്പോൾ ക്ലിക്ക് പോയിൻ്റ് ആയാലും എവറസിറ്റി ആയാലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നമ്മൾ എവിടെയൊക്കെ വീഡിയോ ചെയ്യണം അവിടെയൊക്കെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓഫർ കിട്ടും. നിങ്ങൾക്ക് കൊണ്ടു കൊടുത്താൽ നല്ല പ്രൈസ് നിങ്ങൾക്ക് കിട്ടും. ഐഫോൺ 16 പ്രോ മാക്സ് എടുത്തിട്ട് പോവുക. പിന്നെ അടുത്ത ചോദ്യം, എല്ലാവരുടെയും ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഐഫോൺ 16 പ്രോ മാക്സ് എന്നാണ് ഇറങ്ങുക എന്നുള്ളതാണ്. ഇറങ്ങുന്നത് 20-ാം തീയതിയാണ് കേട്ടോ. 20-ാം തീയതി ആപ്പിൾ സ്റ്റോറിൽ ഇറങ്ങും. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്ന എല്ലാ ഷോപ്പുകളിലും 20-ാം തീയതി ഇറങ്ങും. അന്ന് മുതൽ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എന്നാണ് ഇത് പ്രീ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. പ്രീ ബുക്കിംഗ് ആപ്പിൾ വാച്ച്, അതുപോലെ തന്നെ ഇയർബഡ്, നമ്മുടെ ഐപോഡ് എല്ലാം നമുക്ക് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷേ ഐഫോൺ ബുക്കിംഗ് ഓപ്പൺ ആവുന്നത് 12-ാം തീയതിയാണ് കേട്ടോ. 12-ാം തീയതി 13-ാം തീയതി 13-ാം തീയതിയാണ് 13th ബുക്കിംഗ് ആരംഭിക്കുന്നത്. അതായത് 4 PM വൈകിട്ട് 4 മണിക്ക്, ഇന്ത്യൻ ടൈം 5 മണിക്കാന്ന് തോന്നുന്നുണ്ട് ഇത് സ്റ്റാർട്ടാവും. എന്ന് വെച്ചാൽ അന്ന് മുതൽ നമുക്ക് ആപ്പിളിൻ്റെ സൈറ്റ് കയറ്റി നമുക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെ മേടിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ കുറച്ച് പൈസയുള്ള ആൾ എന്ത് ചെയ്യാമെന്നറിയോ, ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് ഫസ്റ്റ് 2 ദിവസമൊക്കെ ബുക്ക് ചെയ്ത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ദുബായ് മൊബൈൽ മാർക്കറ്റ് കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞാൽ 10-500 ദിർഹം കൂടുതൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് മേടിക്കാൻ ശ്രമിക്കുക, മേടിച്ച് തിരിച്ച് വിൽക്കാനും ശ്രമിക്കുക. അത് നല്ല അടിപൊളി ഒരു ഐഡിയ ആണ്. എന്താ കാര്യം വെച്ചാൽ ദുബായ് മൊബൈൽ മാർക്കറ്റിൽ ഒരുപാട് പേര് ഐഫോൺ ആ ദിവസങ്ങൾ മേടിക്കാൻ വരും. അപ്പോൾ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ട്. വാങ്ങാനുള്ള പൈസ ഉള്ളവരൊക്കെ മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിറ്റോട്ടോ. അതായത് 13ാം തീയതി വൈകിട്ട് 4 മണിക്കാണ് സ്റ്റാർട്ടാവുക. അപ്പം തന്നെ എല്ലാവരും സെറ്റ് ചെയ്തിട്ട് വാങ്ങാൻ ശ്രമിക്കുക. 20-ാം തീയതി സെല്ലിങ് വരും. അപ്പോൾ ഇതാണ് 2 കാര്യങ്ങൾ. പിന്നെയുള്ള എന്തായിരുന്നു, പിന്നെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇനി പ്രൈസ് ആണ്. ദുബായിലെ പ്രൈസ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പ്രൈസ്
ഇന്ത്യയിൽ ഇപ്പോൾ പ്രോ സീരീസിന് ഒരു 10-15,000 ഇന്ത്യൻ മണി കുറഞ്ഞിട്ടുണ്ട് പണ്ടത്തെക്കാട്ടിലും. 10-15,000 ഇന്ത്യൻ മണി കുറഞ്ഞിട്ടുണ്ട്. അതായത് പക്ഷേ ദുബായിൽ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു കുറവില്ല, നമുക്ക് ഒരുപാട് കുറവുകൾ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിലത്തെ ഇപ്പോഴത്തെ പ്രൈസ് കേട്ടോ, ഇന്ത്യയിലെ ഇപ്പോഴത്തെ iPhone 16 സീരീസിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 16 സീരീസ് 128-ന് 79,000 വരുന്നത്, 79,000 ഇന്ത്യൻ മണിയാണ് ഇന്ത്യയിൽ വരുന്നത്. അതേ സാധനം നമ്മൾ ദുബായിൽ പ്രൈസ് വരുന്നത് 3,399 ദിർഹമാണ്, 3,399 ദിർഹമാണ് UAE iPhone 16 128GB പ്രൈസ് വരുന്നത്. അതേ സാധനം ഇപ്പോൾ നമ്മൾ ഇൻറ്റു 23 വെച്ചിട്ട് 22.7 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 77,157 ആണ് കേട്ടോ. അതായത് ഇന്ത്യയിലെ പ്രൈസും, അതായത് ആദ്യം നമ്മൾ ഇന്ത്യയിലെ പ്രൈസ് പറഞ്ഞു, പിന്നെ നമ്മൾ ദുബായിലെ പ്രൈസ് പറഞ്ഞു, പിന്നെ ദുബായിലെ പ്രൈസ് നമ്മൾ ഇന്ത്യൻ മണി വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത പ്രൈസാണ് പിന്നെ പറഞ്ഞത്. ഇങ്ങനെ വരുമ്പോൾ iPhone 16 128 1,843 രൂപയാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്നു, ദുബായിൽ നിന്ന് മേടിക്കുന്നു. അപ്പോൾ ദുബായിൽ നിന്ന് മേടിക്കുകയാണ് 2,000 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടും. പക്ഷേ പ്രോ സീരീസിലേക്ക് വരുമ്പോൾ അത് ഹ്യൂജായിട്ട് മാറുന്നുണ്ട്. 16ഉം നോർമലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ നല്ലത്. പിന്നെ കാർഡുകളും ഒക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കാർഡ് ആക്സസ് ഒക്കെ ഉള്ളവർക്ക് കാർഡിന് വില കുറച്ച് ബാങ്കുകൾ പലതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്നതാണ് ലാഭം. പിന്നെ iPhone 16 256 GB വരുമ്പോൾ 89,900 ആണ് ഇന്ത്യൻ മണി ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതേ സാധനം നമ്മൾ ദുബായിൽ വരുമ്പോൾ 3,799 3,799 ദിർഹമാണ് വരുന്നത്. ഇൻറ്റു 22.7 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 86,227 ആണ് വരുന്നത് കേട്ടോ. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ പ്രൈസ് ഇവിടെ ഡിഫറൻസ് വരുന്നത് 3,663 ഇന്ത്യൻ മണി ഡിഫറൻസ് വരുന്നുണ്ട് iPhone 16 256 GB. അവിടുത്തെ iPhone 16 512 GB പോകുമ്പോൾ ഇന്ത്യൻ പ്രൈസ് വരുന്നത് 1,09,900 ആണ്. 1,09,900 കൊടുത്താൽ നിങ്ങൾക്ക് iPhone 16 512 GB കിട്ടും. അതേ സാധനം ദുബായിൽ വരുന്ന പ്രൈസ് 4,649 ദിർഹമാണ്. ഇൻറ്റു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു 22.7 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,05,532 ഇന്ത്യൻ മണിയാണ് വരുന്നത്. രണ്ട് നമ്മളുടെ വ്യത്യാസം വരുന്നത് 4,368 4,368 ദിർഹം നമ്മൾ ഇന്ത്യൻ പ്രൈസും UAE പ്രൈസും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ 16 പ്ലസിലേക്കാണ് വെച്ചാൽ പോകുന്നത്. 16 പ്ലസ് 128 GB ഇവിടുന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രൈസ് 89,900 ആണ് കേട്ടോ. 89,900 ആണ് ഇന്ത്യൻ പ്രൈസ്. ദുബായിലെ പ്രൈസ് വരുന്നത് 3,799 അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇന്ത്യൻ മണിക്ക് മാറ്റുകയാണെങ്കിൽ വരുന്നത് 86,237 ഇന്ത്യൻ മണിയാണ് വരുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം വരുന്നത് 3,663 3,663 ഇന്ത്യൻ മണി വ്യത്യാസം വരുന്നുണ്ട് നമ്മുടെ iPhone 16 പ്ലസിന്. അതുപോലെ തന്നെ 256 GB നമ്മൾ പോവുകയാണെങ്കിൽ 99,900 ഇന്ത്യൻ മണിയാണ് 16 പ്ലസിന് വരുന്നത്. അത് 256 രൂപയ്ക്ക് അത് വരികയാണെങ്കിൽ 4,199 ദിർഹമാണ് വരുന്നത്. ദിർഹം വരുമ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 95,317 ഇന്ത്യൻ മണിയാണ് വരുന്നത്. അപ്പോൾ ഡിഫറൻസ് വരുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ 4,583 4,583 വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 512 GB 16 പ്ലസിലേക്ക് പോവുകയാണെങ്കിൽ 1,19,900 ആണ് ഇന്ത്യൻ മണി. അതേ സാധനം ഈ ദുബായിൽ കിട്ടുന്നത് 5,049 ദിർഹത്തിനാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1,14,612 രൂപ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും 1,14,612 മൈനസ് 1,19,900 എന്ന് പറയുമ്പോൾ 5,288 ഇന്ത്യൻ മണിയാണ് തമ്മിലുള്ള വ്യത്യാസം വരുന്നത് കേട്ടോ. ദുബായ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ 5,288 ഇന്ത്യൻ മണി നിങ്ങൾക്ക് ലാഭം കിട്ടും. ഇനി നമ്മൾ പ്രോ സീരീസിലേക്ക് പോകണം. പ്രോ സീരീസിലേക്ക് വേറെ ലെവൽ പ്രോ സീരീസിൽ വെച്ചാൽ വരെ 128 GB പ്രോ സീരീസിൽ നമ്മൾ പോവുകയാണെങ്കിൽ 1,19,900 നിങ്ങൾ ഇന്ത്യൻ മണി കൊടുക്കണം ഇന്ത്യയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ പ്രോയ്ക്ക് 128-ന്. അതേ ദുബായിലേക്ക് വരുമ്പോൾ 4,299 ദിർഹമാണ് വരുന്നത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വെറും 97,587 ഇന്ത്യൻ റുപ്യ വരുന്നുള്ളൂ. അപ്പോൾ എത്ര വ്യത്യാസം വരുന്നത് വെച്ചാൽ നിങ്ങൾ ഞെട്ടും. 22,312 ദിർഹ അല്ല രൂപ, 22,312 രൂപയാണ് ഒരു iPhone 16 Pro 128 ദുബായിൽ നിന്ന് മേടിക്കുമ്പോഴും ഇന്ത്യയിൽ നിന്ന് മേടിക്കുമ്പോഴും വ്യത്യാസം വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ 256 GB 16 Pro നമ്മൾ ഇന്ത്യയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 1,29,900 വരുന്നുണ്ട്. അതേ സാധനം ദുബായിൽ വില വരുന്നത് 4,649 ആണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,05,532 ഇന്ത്യൻ മണി വരുന്നുണ്ട്. ഇത് നമ്മളുടെ വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ 24,362 ഇന്ത്യൻ രൂപയാണ് വ്യത്യാസം. 15 Pro 256 GB മേടിക്കുകയാണെങ്കിൽ. ഇപ്പോൾ 512 GB 15 Pro അല്ല 16 Pro മാറിപ്പോവാണ്. iPhone 16 Pro 512 GB മേടിക്കണമെങ്കിൽ നിങ്ങൾ 1,49,900 ഇന്ത്യൻ മണി കൊടുക്കണം. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് മേടിക്കണമെങ്കിൽ 1,49,900. അതേ
512 GB നമ്മൾ ഇവിടുന്ന് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 5549 ദിർഹം വരുന്നത്. 5549 ദിർഹം എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,25,962 ഇന്ത്യൻ മണി. രണ്ടും കൂടെ നമ്മൾ കുറച്ച് നോക്കുമ്പോൾ കിട്ടുന്നത് 23,938 ഇന്ത്യൻ മണിയാണ് ഇതിൽ ഡിഫറൻസ് വരുന്നത് വെച്ചാൽ അതും കൂടെ നോക്കി വെച്ചു. ഇനി 1 TBയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ നമ്മൾ 1 TB 16 Pro മേടിക്കണമെങ്കിൽ 1,69,900 കൊടുക്കണം. 1,69,900 കൊടുത്താൽ അതേ സാധനം നമ്മൾ ദുബായിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 6,399 കിട്ടും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 1,45,257 വരുന്നുള്ളൂ. ഇത് നമ്മളുടെ വ്യത്യാസം വരുന്നത് 24,643 ഇന്ത്യൻ മണിയാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. 24,000 ഏകദേശം പ്രോ സീരീസ് നമ്മൾ മേടിക്കുമ്പോൾ 24,000 ഒരു 20-25,000 20-25,000 ഇന്ത്യൻ മണി വ്യത്യാസം വരുന്നുണ്ട് പ്രോ സീരീസുകളിൽ ദുബായിൽ നിന്ന് മേടിക്കുമ്പോഴും ഇന്ത്യയിൽ നിന്ന് മേടിക്കുമ്പോഴും. അതെല്ലാവരും നോട്ട് ചെയ്തോ, അതെല്ലാവരും നോട്ട് ചെയ്തോ കേട്ടോ. പ്രോ സീരീസ് നിന്ന് മേടിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് നല്ല കിടലിനായിട്ട് വില കുറച്ച് 25,000 ദിർഹം രൂപ വരെ വില കുറച്ച് മേടിക്കാൻ പറ്റും. ഇപ്പോൾ ഇത് നമ്മൾ പറയുന്ന ആപ്പിൾ സ്റ്റോറിലെ പ്രൈസ് കേട്ടോ. ദുബായ് ആപ്പിൾ സ്റ്റോറിൽ അതുപോലെ തന്നെ ഇന്ത്യയിലെ ആപ്പിൾ സ്റ്റോറിൽ. ഇപ്പോൾ മാർക്കറ്റിലെ പ്രൈസ് വേറെ തന്നെ ആയിരിക്കും. ആ ദിവസങ്ങളിൽ കുറച്ച് കൂടുതലായിരിക്കും, പക്ഷേ പിന്നെ കുറച്ച് കുറഞ്ഞു വന്ന് ഭയങ്കര വില ഡ്രാസ്റ്റിംഗ് ഒരു താഴോട്ട് വരും. ഓക്കെ, അപ്പം ഇനി എല്ലാവരും കാത്തിരിക്കുന്ന 16 Pro Maxിലേക്കാണ് നമ്മൾ പോകുന്നത്. 16 Pro Max എന്താണ് ഇന്ത്യയിലും ദുബായിലും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. iPhone 16 Pro Max 256 GB നമ്മൾ ഇന്ത്യയിൽ നിന്ന് മേടിക്കണമെങ്കിൽ 1,44,900 ഇന്ത്യൻ മണി നിങ്ങൾ കൊടുക്കണം. അതേ സാധനം ദുബായിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ വെറും 5,099 ദിർഹം കൊടുത്താൽ മതി. ഇന്ത്യൻ മണിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,15,747 ഇന്ത്യൻ മണി വരുന്നുള്ളൂ. എത്ര വ്യത്യാസം അറിയോ? 29,153 ദിർഹമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഇന്ത്യയിൽ നിന്ന്, അതായത് ദുബായിൽ നിന്ന് നമ്മൾ iPhone 16 Pro Max മേടിക്കുകയാണ്. ഏകദേശം 30,000 ഇന്ത്യൻ മണിയാണ് ദുബായിലും ഇന്ത്യയിലും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നെക്സ്റ്റ് 512 GB പോവുകയാണെങ്കിൽ 1,64,900 1,64,900 ഇന്ത്യൻ മണിയാണ് ഇന്ത്യയിൽ പ്രോ മാക്സിന് വില. 512 GB അത് ദുബായിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 5,949 ദിർഹമാണ് വരുന്നത്. 5,949 ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 1,35,042 ഇന്ത്യൻ മണിയാണ് വരുന്നത് കേട്ടോ. 1,30,000 ഇന്ത്യൻ മണി വ്യത്യാസം വരുന്നത് 29,858 ഏകദേശം 30,000 ഇന്ത്യൻ മണിയാണ് 512 GB വ്യത്യാസം വരുന്നത്. ഇനി അത് 1 TBയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 1,84,900 ആണ് വരുന്നത് കേട്ടോ. ഇന്ത്യയിൽ 1 TB 16 Pro Maxന്. നമ്മൾ ദുബായിലേക്ക് വരികയാണെങ്കിൽ 6,799 ദിർഹത്തിന് നമ്മൾക്ക് ഇത് മേടിക്കാൻ പറ്റും. 1 TB 16 Pro Max നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 1,54,337 ഇന്ത്യൻ മണിയാണ് വരുന്നത്. തമ്മിലുള്ള വ്യത്യാസം 30,562 രൂപയാണ് വരുന്നത് കേട്ടോ. മൊത്തത്തിൽ നമ്മൾ ക്രോഡീകരിക്കുകയാണെങ്കിൽ ഇന്ത്യയിലും iPhone 16 Plus സീരീസിന് ഏകദേശം 5,000 രൂപ മാത്രമേ വ്യത്യാസമുള്ളൂ ദുബായിലും ഇന്ത്യയിലും തമ്മിൽ. നമ്മൾ പ്രോ സീരീസിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 25,000 രൂപ വ്യത്യാസമുണ്ട് ഇന്ത്യയിലും ദുബായിലും. അതുപോലെ തന്നെ പ്രോ മാക്സ് സീരീസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 30,000 ഇന്ത്യൻ മണിയാണ് ഇന്ത്യയിലും ദുബായിലും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് വെച്ചാൽ. അപ്പോൾ അതും കൂടെ എല്ലാം നോക്കി വെച്ചാൽ ഒരുപാട് പേരുടെ ഡൗട്ടാണ് ഇത് എങ്ങനെയാണ്, എത്രയാണ് വ്യത്യാസം വരുന്നത്, എന്താണ് വില എന്നുള്ളതൊക്കെ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഒഫീഷ്യൽ ആപ്പിൾ സ്റ്റോറിലെ പ്രൈസുകളാണ് കേട്ടോ. ദുബായിലെ ആപ്പിൾ സ്റ്റോറിലെ പ്രൈസ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആപ്പിൾ സ്റ്റോറിലെ പ്രൈസുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി അറിയാൻ പോകുന്നത്, ഇനി വരാൻ പോകുന്നത് നമ്മുടെ മാർക്കറ്റിലെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ്. ഏറ്റവും കുറവ് പ്രൈസിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഫുള്ള് ഫോണുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് 2 ദിവസം എന്തായാലും നല്ല മോഹവിലയായിരിക്കും ഐഫോണിന്. ഇതേ 5,000 ദിർഹമുള്ള ഐഫോൺ 10,000-10,000 ദിർഹത്തിന് വിൽക്കുന്ന കാഴ്ചകൾ ഇനി കാണാൻ പറ്റും. മൊബൈൽ മാർക്കറ്റൊക്കെ ഉണർന്നിരിക്കുകയാണ് വെച്ചാൽ. നല്ല അടിപൊളി പ്രൈസ് ആയിരിക്കും ഇനി ഒരു ആദ്യത്തെ 2 ദിവസം. പക്ഷേ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യുക, ആഗ്രഹമുള്ളവർക്ക് പ്രീ ബുക്ക് ചെയ്ത് മേടിക്കുക. അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് പ്രീ ബുക്ക് ചെയ്യാൻ 13-ാം തീയതി പ്രീ ബുക്കിംഗ് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അതും കൂടെ നിങ്ങളൊന്ന് പ്രീ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ മൊബൈൽ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റാലും നിങ്ങൾക്ക് 1,000-500 ദിർഹം സമ്പാദിക്കാം കേട്ടോ. അതുകൂടെ നിങ്ങൾ നോക്കി വെച്ചോ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ദുബായ് മാർക്കറ്റിലെ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പ്രൈസ് എന്തായാലും കുറയും. പിന്നെ 15 സീരീസും 14 സീരീസിനൊക്കെ പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട് നമ്മുടെ ആപ്പിൾ സ്റ്റോറിൽ. അപ്പോൾ അതിന് കുറച്ച് പ്രൈസ് കുറയും. നമ്മളെന്തായാലും യൂസർ ഫോണിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഡൗട്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തോ. എന്തായാലും കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു. കൂടെ കൂടാനുള്ളതെല്ലാം കൂടെ കുടിക്കും.